ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എൻ്റെ കസിൻ്റെ വാവേൻ്റെ 28ാം പിറന്നാളിന് പോകുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നിടുന്ന ഡ്രസ്സ് ഈ ഒരു ഷർട്ടും ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു ഷർട്ടും പിന്നെ ഒരു ജെഗിൻസും ആണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്തത് മേക്കപ്പാണ്. മേക്കപ്പിലേക്ക് കിടക്കാം. നെക്സ്റ്റ് അപ്പോൾ നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. ഒരു സിമ്പിൾ മേക്കപ്പാണ്. ഫൗണ്ടേഷനൊന്നും യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് പൗഡറും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ആദ്യം ഞാൻ ഫേസിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടുണ്ട്. മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും. ഇപ്പം എൻ്റെ 2 ഫേവറേറ്റ് സൺസ്ക്രീൻസാണുള്ളത്. ഒന്ന് പ്ലമ്മിൻ്റെ ജെൽ സൺസ്ക്രീനും പിന്നെ ഡോക്ടർ ഷത്തിൻ്റെ സൺസ്ക്രീനും. പ്ലമ്മിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അത് ഇടുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കാണിക്കുന്നതാണ്. ഓൾറെഡി ഞാൻ ഇട്ടതാണ്. എൻ്റെ പണിയായുധങ്ങളിൽ ഇട്ടേക്കുന്ന ബാഗിനുള്ളിൽ കയറ്റ സമയത്ത് എന്തോ കൊണ്ട് മുന്നതാണ്. നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പം കാണിക്കുന്ന ഈ സൺസ്ക്രീൻ ഇല്ലേ, ഇതെൻ്റെ ഫേവറേറ്റ് സൺസ്ക്രീനാണ്. ഏകദേശം ഞാനൊരു 4 ട്യൂബ് യൂസ് ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറൊരു സൺസ്ക്രീൻസ് യൂസ് ചെയ്തിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല. എൻ്റെ മുഖത്തിങ്ങനെ ഓവർ ലെയറിങ് എനിക്ക് ഇഷ്ടമില്ല, എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിലും. കാരണം എനിക്ക് പെട്ടെന്ന് വേർക്കുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഞാൻ പൗഡർ വെച്ചിട്ട് കണ്ണിൻ്റെ മുകളിലും താഴെയും ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വേർക്കുന്ന ഏരിയ ആയതുകൊണ്ട്. പിന്നെ മൂക്കിൻ്റെ താഴെ അങ്ങനെ എനിക്ക് വേർക്കുന്ന ഏതൊക്കെ പോയിൻറ്റ്സ് ആണെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് ഇത് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡുള്ള ഒരു ഐബ്രോ പെൻസിലാണ്. ആക്ച്വലി എനിക്ക് ക്യാമറ നോക്കിയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. സോ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ കണ്ണാടി നോക്കിയിട്ട് വൃത്തിക്ക് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കാജലായിട്ട് യൂസ് ചെയ്യുന്നത് ഡാസ്ലറിൻ്റെ കാജലാണ്. ഇതിൻ്റെ റിവ്യൂ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എനിക്ക് കൺമഷി ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഐലൈനറും അതേപോലെ ചെയ്യുന്നുണ്ട്. മുകളിൽ ജസ്റ്റ് ഒരു വാലറ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. ക്യാമറ നോക്കി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഫോണിലെ ക്യാമറ നോക്കി ചെയ്യാൻ. പിന്നെ മസ്കാര ഞാൻ ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ലൊരു പണി കിട്ടി. ഇൻസ്റ്റയിലും യൂട്യൂബിലും ഓരോ റീൽസ് കാണുന്ന സമയത്ത് ഇങ്ങനെ ബ്യൂട്ടി ഹാക്സിലും കാണാൻ നമ്മളത് ട്രൈ ചെയ്ത് നോക്കാറില്ലേ? അങ്ങനെ ഞാൻ മുറിച്ചിട്ട മുടികളായിരുന്നു മുന്നിലുള്ളത്. അതിപ്പോൾ വളർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര കച്ചറയാണ്. കണ്ണിൽ അത്യാവശ്യം നല്ലൊരു കുത്തനെയാണ് കിട്ടിയത്. നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ബ്ലാക്ക് പൊട്ടെടുത്ത് ഇടുന്നുണ്ട്. ശില്പൻ്റെ പൊട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കമ്മലിടുന്നുണ്ട്, സെക്കൻഡ് സ്റ്റഡ് ഇടുന്നുണ്ട്. ഇത് ഞാൻ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു കമ്മലാണ്. സെക്കൻഡ് സ്റ്റഡ് ഞാൻ എപ്പോഴും ഗോൾഡാണ് ഇടുന്നത്. അത് ഞാൻ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മുക്കിട്ടു. പിന്നെ നെക്സ്റ്റ് പിന്നെ ഞാനിട്ടത് ലിപ് ലൈനറാണ്. ഇത് സ്വിസ് ബ്യൂട്ടീൻ്റെ ലിപ് ലൈനറാണ്. ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഞാനിവിടെ 2 ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. മാർസിൻ്റെ ലിപ്സ്റ്റിക്കും പിന്നെ ഡാസ്ലറിൻ്റെയും. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടിൻ്റെ റിവ്യൂ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വേണ്ടവരൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അത് രണ്ടും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ലൈറ്റായിട്ട് ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ പ്ലമ്മിൻ്റെ ഒരു ബോഡി മിസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ വലിയൊരു ബോട്ടിലും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ചെറുത് കഴിഞ്ഞിട്ട് വലുതെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ മുടി കെട്ടണം. എനിക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് മുടി കെട്ടലാണ്. ഞാൻ എത്ര നേരത്തെ റെഡി ആയി കഴിഞ്ഞാലും മുടി കെട്ടൽ അതൊരു വലിയൊരു പണിയാണ്. ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എങ്ങനെയൊക്കെ വാരി കെട്ടി എനിക്ക് സത്യം പറഞ്ഞാൽ തീരെ ഇഷ്ടമായിട്ടില്ല. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഇതേ വഴിയുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ബൈ ബൈ.